CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി ജമാഅത്തെ ഇസ്ലാമി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ CPM ഭീകരവൽക്കരിച്ചതായി ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ കുറ്റപ്പെടുത്തി. CPM വിദ്വേഷ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു. കേരളത്തെ വർഗീയമാക്കി കാണിക്കാനുള്ള വില കുറഞ്ഞ CPM നടപടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ഫലം CPM-ന് പാഠം പഠിക്കാനുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമങ്ങളോടായിരുന്നു പി മുജീബ് റഹ്മാന്റെ പ്രതികരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ മധുരം നുണയാത്ത പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുടെ മധുരം നുകർന്നവരാണ്. മന്ത്രി റിയാസ് വീട്ടിൽ പോകുമ്പോൾ ഇക്കാര്യം ചോദിക്കണം. ഇപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നാണ് പറയാനുള്ളതെന്നും മുജീബ് റഹ്മാൻ പരിഹസിച്ചു. CPM പ്രചരിപ്പിക്കുന്നത് പച്ചക്കള്ളമാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവരാണ് പച്ചക്കള്ളം പറയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ആദ്യം പ്രതികരിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി. എന്നാൽ MV ഗോവിന്ദൻ പറഞ്ഞത് ജമാഅത്തെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെന്നാണെന്നും മുജീബ് റഹ്മാൻ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന് പ്രസംഗം നടത്തിയപ്പോഴും പച്ചക്കള്ളം പറഞ്ഞു. തരിഗാമി മത്സരിക്കുന്ന സ്ഥലത്ത് ജമാഅത്തെ ഇസ്ലാമി BJP ഒപ്പം നിന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഇത് വസ്തുതാപരമായി തെറ്റാണ്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത് അവിടെ മത്സരിച്ച സ്വതന്ത്രനെയാണ്. CPM വിതയ്ക്കുന്നതിലുള്ള നേട്ടം കൊയ്യുന്നത് BJP ആണെന്ന രാഷ്ട്രീയ ബോധം CPM-ന് വേണമെന്നും മുജീബ് റഹ്മാൻ ഓർമ്മിപ്പിച്ചു. മലപ്പുറത്തിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇതുവരെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. പ്രിയങ്ക ജയിച്ചത് വർഗീയ വോട്ടുകൊണ്ട്, ഷാഫി ജയിച്ചത് വർഗീയ വോട്ടുകൊണ്ട്, രാഹുൽ ജയിച്ചത് വർഗീയത, നിലമ്പൂരിൽ ഷൗക്കത്ത് ജയിച്ചതും വർഗീയ വോട്ട്, ഇങ്ങനെയാണ് CPM പറഞ്ഞത്. എന്നാൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ CPM വർഗീയത പറഞ്ഞിട്ടില്ല.